ഗായ്സ്, അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മൾ 3 പേരും കൂടെ ശരിക്കും പറഞ്ഞ ഒരു കുക്കിംഗ് ആയിട്ട് ചെയ്യാൻ പോവാണ്. എന്താണ് സ്പെഷ്യല് ആട്ടുകുഴൽ എന്തിനാ ചെയ്യാൻ പോവാണ്? കറി വെക്കാൻ പോവാണ്. നമുക്ക് എന്താ ആട്ടുകുഴലൊന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ ആട്ടുകുഴലാണ് കേട്ടോ ഈ ഇരിക്കുന്ന. ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടാ പൊളിയാണെന്ന് ചോദിച്ചാൽ ഇനി ഉണ്ടാക്കി വരുമ്പോ അറിയാം. ശരിക്കും പറഞ്ഞാൽ ഇത് അവിച്ചിട്ടുണ്ട് കേട്ടോ, അവിച്ചിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് കടുവാണ് കേട്ടോ ഗൈസ് ഇട്ടേക്കുന്നത്. ഫസ്റ്റ് കടുവ് കഴിഞ്ഞ് കറിയപ്പല, അടുത്തത് കറിയപ്പലയാണ് ഗൈസ്. അമ്മച്ചി കറിയപ്പല ഇങ്ങനെ നുള്ളി എടുക്കുകയാണ് കേട്ടാ. അപ്പൊ കറിയപ്പല എടുത്തു കഴുകുന്നു ഗൈസ്. ഇതെല്ലാം കണ്ട് പഠിക്കാനായിട്ട് നിൽക്കുകയാണ്. ശരിക്കും പോലെ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഗൈസ്. അല്ല കറിവേപ്പില ആണ്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കും. ഞാൻ അതിന് ശേഷം എന്താണെന്ന് നോക്കട്ടെ കേട്ടോ. അമ്മ ആണ്ട് ഉള്ളി കഴുകുന്നുണ്ട്. ഉള്ളി കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഉള്ളി ഇടുന്ന പരിപാടിയാണ് അടുത്തത്. ഉള്ളി ഇട്ടുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഇനി അനൂസ് താണ്ടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അനൂസിൻ്റെ വക ഇളക്കല്. അതിൽ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട്. പിന്നെ തക്കാളിയാണ് ഇടാൻ പോണത് ഗൈസ്. തക്കാളിയാണ് ഇടാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഒന്ന് വാടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു തോന്നുന്നു. ഓക്കെ, വാടട്ടെ. ഉപ്പ് മിക്സ് ചെയ്യുന്നുണ്ട് ചെറിയ തോതിൽ. ഉള്ളി വാടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം അമ്മ ചിക്കി തോത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അനൂസിന് കൈമാറി കഴിഞ്ഞു. അനൂസ് വാട്ടുകയാണ്. ഉള്ളി വാടാൻ പോവുകയാണ് ഗൈസ്. ഉള്ളി വാട്ടുകയാണ് അനൂസ്. നമ്മള് പണി കഴിഞ്ഞിട്ട് വന്നിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചപ്പോൾ സ്പെഷ്യലായിട്ട് അതിന്റെ കുഞ്ഞമ്മ വന്ന് അങ്ങനെ ചീനിയും കൂടെ വേവിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട്. ഇത് കറിയാണ് വയ്ക്കുന്നത്, തോന്നുന്നില്ല. കറിയായിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. കറിയല്ലേ അമ്മ? ചെറിയ തോതിലുള്ളൊരു കറി കൂട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അനൂസ് എന്തിനോ അനൂസ് പോകാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് തന്നെ അല്ലേ? ആദ്യമായിട്ടല്ലേ? കഴിച്ചിട്ടുമില്ല. അനൂസ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പോലും കേട്ടോ. അപ്പൊ ചിക്കി തോത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ എന്നെ ഇളക്കാൻ പോകുന്നുണ്ടേ. എനിക്കാണ് ഇളക്കാനുള്ള പരിപാടി. ഞാനാണെങ്കിൽ ഓടേ അതൊന്നും എന്നെയും താറ്റി തുടങ്ങി കേട്ടോ. ഞാനും കൂടെ ഇളക്കി തരാം. എൻ്റെ കൂടെ പറഞ്ഞ് ഒന്ന് ഇളക്കാൻ. ഞാൻ നല്ല രീതിയിൽ ഒന്ന് ഇളക്കാന്ന് കരുതി. നല്ല ഇളക്കാണ്. നമുക്ക് നല്ല രീതിയിൽ പാചകം ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. അയ്യോ, നമുക്ക് ചെറുതായിട്ട് ഇളക്കാൻ അനൂസിന്റെ അഭ്യർത്ഥന നമ്മൾ പാലിക്കുന്നു. ഓക്കെ, ഇതൊക്കെ തന്നെ കേട്ടോ പരിപാടികൾ. തക്കാളി ഇട്ടു ഗൈസ്. തക്കാളി ഉള്ളി ഒന്ന് വാടിയതിനു ശേഷം തക്കാളിയും കൂടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അനൂസ്. ഇനി കാര്യമായിട്ടുള്ള വാട്ടലായിരിക്കും അനൂസിന്റെ, അല്ലേ അനൂസ്? പിന്നെ അല്ലാതെ അനു വാട്ടാൻ പിടിക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടട്ടാ. വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട പണി പാളി. അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മള് മസാലപ്പൊടികൾ ഇടാൻ പോവുകയാണ് ഗൈസ്. മസാലപ്പൊടിയിൽ ആദ്യം ഇടുന്നത് മഞ്ഞപ്പൊടിയാണ് ഇടാൻ പോണത്. മഞ്ഞപ്പൊടി 1 കരണ്ടി, 1.5 കരണ്ടി മഞ്ഞപ്പൊടി. മുളക് ഇനി എത്ര ഇടുന്നു നോക്കാം. മുളക് എത്ര ഇടുന്നു പറയും. 1 തവി, 2 തവി. അടുത്തത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി 2 തവി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവര് യുദ്ധത്തിന് നിൽക്കുകയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കണ്ടില്ലേ ചേരുവകൾ ചേർത്തുകൊണ്ട് നിൽക്കുകയാണ് അമ്മച്ചി. മിക്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ.
അങ്ങനെ പച്ചമുളകിന്റെ സീസണായി. പച്ചമുളക് അനൂസിന്റെ വക പച്ചമുളകും കൂടെ കയറ്റിയിട്ടുണ്ട്. അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ നമ്മളെ പച്ചമുളകും കൂടെ. പച്ചമുളക് ഓക്കെ. ഇതൊക്കെ തന്നെ കേട്ടോ പരിപാടികള്. ശരിക്കും പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന അരിഞ്ഞ് തള്ളുന്ന അനൂസ് താണ്ട് അരിഞ്ഞ് തള്ളുന്നു. അപ്പം നമ്മളെ മെയിൻ സാധനം താണ്ട് പോവുകയാണ് ഗൈസ്. അപ്പൊ ആട്ടിൻകുടല് ഇതാ പോകുന്നു. കഴി വെച്ച് സെറ്റാക്കി ആട്ടിൻകുടല് ഇട്ടുകൊണ്ടിരിക്കുന്നു. ആട്ടിൻകുടലിന്റെ കൂടെ മുളകും കൂടെ കയറ്റിയിട്ടുണ്ട് ചേട്ടാ. ആട്ടിൻകുടല് നല്ല രീതിയിലാണ് ഇങ്ങനെ ഇളക്കുകയാണ് അമ്മച്ചിയുടെ പാചകമാണ് ഗൈസ്. അമ്മച്ചിയുടെ പാചകം. മഞ്ഞപ്പൊടി ഇട്ട് ആവി കയറ്റിയ കൂട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എടുത്തേക്കുന്നത് ശരിക്കും പറഞ്ഞാ. അതാണ് ഇതേപോലെ മിക്സ് ചെയ്യണം, നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് വന്ന അമ്മച്ചി ആണ്ട മിക്സ് ചെയ്യുകയാണ് ഗൈസ്. അല്ലേ അനൂസ് ആണ്ട ഇനി വെള്ളം എടുക്കാനായിട്ട് പോവാണ് കേട്ടാ. കുറച്ച് വെള്ളം വേണോന്ന് പറയുന്നത്. അത് വറ്റിയിട്ട് പോരെ അമ്മ? വറ്റിയിട്ട് പോരെ ചേട്ടാ. അരി ഇല്ലെങ്കിൽ വെള്ളം കൂടുതലാണ് കേട്ടാ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം വെള്ളം കൂടുതലാണ്. എന്താ സെറ്റപ്പായിട്ടാണ് ഇളകുന്നത്. ഇനി ഇത് ഫ്രഷ് ആവുമ്പോൾ അറിയാം. ഇവർ കാര്യമായിട്ട് എന്തോ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണെന്ന് പറയൂ ഗൈസ്. എന്താണ് നമ്മൾ പറയുന്നത്? ഈ സാധനം അടയ്ക്കാൻ വേണ്ടിയുള്ള ചർച്ച ചെയ്യുന്നത് കേട്ടാ. ഇത് അടച്ചിട്ടുണ്ട് കേട്ടോ നിലവിൽ. ഇനി വേണം ഇവർക്ക് റെസ്റ്റ് എടുക്കാൻ. കാര്യം ഇനി ഓവർ ടൈം ഒക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്ത് അമ്മ ക്ഷീണിച്ച് വന്ന അമ്മ ചെയ്യുന്നത് കേട്ടാ. ഒന്ന് കുളിക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. കാര്യം കുളിക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല, നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഇനി വേണം നമുക്ക് പാചകത്തിന് കുരുമുളകും കൂടെ മിക്സ് ചെയ്യണം അല്ലേ? പൊടിയല്ലേ അമ്മ? അപ്പൊ കുരുമുളകിന്റെ പൊടിയും കൂടെയാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. കുരുമുളക് പൊടിയാണ് ചേട്ടാ. ഈ കുരുമുളക് പൊടി അങ്ങോട്ട് ഇട്ട് അതിനങ്ങ് സെറ്റപ്പ് ആക്കാൻ പോവുകയാണ്. കുരുമുളക് പൊടി ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു മിക്സിങ് കൂടെ ഉണ്ട് കേട്ടോ ഗൈസ്. കേട്ടാ മിക്സ് ചെയ്യുന്നുണ്ട. അപ്പം ഇത് ഇപ്പോൾ തന്നെ ഒരുവിധമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത ലാസ്റ്റായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സ് ചെയ്തതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. കാര്യം അതിൻ്റെ ഒരു സുഗന്ധം, അതായത് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അല്ലേ, ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതും കൂടെ ആഡ് ചെയ്യുന്നത്. എന്തായാലും സെറ്റപ്പ് ആവുമെന്ന് തോന്നുന്നു. അനൂസിൻ്റെ ഇളക്കാണ്. ഈ ഇളക്ക് ഏതുവരെ പോകുന്ന അനൂസിനെ അറിയത്തുള്ളൂ അല്ലേ? അപ്പോൾ ആ കള്ളച്ചിരി നോക്കി വെച്ചോ നിങ്ങൾ. ഇവിടെ ലാസ്റ്റ് എടുത്തിട്ട് അറിയാനുള്ളത് നമുക്ക്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുന്നൊരു പരിപാടിയും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ അതായത് എല്ലാം ഒരു ദിവസം സെറ്റ് ആയിട്ടുണ്ട്. അനൂസ് ആണെങ്കിൽ കൊതി നാക്കിലാണെന്ന് പറയുന്ന കണക്കാണ്. അനൂസ് നോക്കിക്കുന്നുണ്ടാ. ടേസ്റ്റ് ചെയ്താണ്. കൊള്ളാമോ? ഏതാ സൂപ്പറാ? ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ താത്തല്ലേ? വേറൊന്നും കൊണ്ട് പറയല്ല, എന്നാലും ഒരു ഗൾഫ് ലുക്ക് ശരിക്കും പറഞ്ഞല്ലേ. പൊളി കേട്ടോ, പറയാ. അപ്പൊ ഇതൊക്കെ തന്നെ കേട്ടോ നമ്മളെ പരിപാടികള്. അപ്പൊ ഇനി നമ്മള് ഫുഡ് കഴിച്ചിട്ട് വരാം. ഈറ്റിംഗ് ആണ്. ഇനി വൈകിട്ടായി, രാത്രി പണിയൊക്കെ കഴിഞ്ഞ് അമ്മ തൊഴിലുറപ്പിന് ചീനികളോട് അടിക്കാനുള്ള പരിപാടിയാ കേട്ടാ. ഇതൊക്കെ തന്നെ നമ്മളെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. അനൂസ് ആ കറികളൊക്കെ കോരി വെക്കുന്നുണ്ട് കേട്ടാ. കാര്യമായിട്ടുള്ള കോരക്കമാണ് അനൂസേ. പൊളി സാധനം പറയാതിരിക്കാൻ. ഇത് ശരിക്കും പറഞ്ഞ ചീനിയോടാണ് കേട്ടാ കഴിക്കാൻ ടേസ്റ്റ്. ഓ ഏ ഗായ്സ്, ഏട്ടത്തി ഇവിടെ മിണ്ടാതിരുന്ന് ആരും കേൾക്കാതെ കഴിക്കുന്നു. ഞാൻ ഇവിടെ ഇല്ലെന്ന് നമ്മൾ പൊക്കി കേട്ടാ. അനു അങ്ങ് എടുത്ത് കേട്ടാ നൈസായിട്ട്. എങ്ങനെ ഉണ്ടാ? നൈസ്, സൂപ്പറാ. സൂപ്പർ എന്നാണ് ചേട്ടാ പറയുന്നത്. ഈ സാധനം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് കഴിച്ചിട്ട് കേട്ടോ. നല്ല സാധനം
പൊളിച്ച് അപ്പം കഴിച്ചിട്ടില്ല. ഓക്കെ ബൈ ബൈ.